Nice. ബോളിന്റെ മുന്നേ ആഹാ അടിപൊളി. ടോസ് ചെയ്യുന്ന പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്യുന്നത്. സൂപ്പർ. നൈസ്. അടിപൊളി. അത് സ്റ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ആ സാധനം? കറങ്ങിക്കൊണ്ടിരിക്കുക. അടിപൊളി. നെക്സ്റ്റ് ഐറ്റം വരട്ടെ. അതിന്റെ മിനിയേച്ചർ. അത് എന്തിനാ ചെയ്യുന്നത്? ബാൻഡ് അതെന്തത്? യോയോ വെച്ചാണ്. ഓക്കെ ശരി. അത് ഭയങ്കര നൈസ് ആയിട്ടുള്ള സാധനമാണ്. ഒന്നുമില്ലെന്നേ. ഇനിയൊരു മാജിക് ആണ് ചെയ്യാൻ പോകുന്നത്. മാജിക്. അതിന് ചേച്ചി ഒന്ന് വരും. അതേടാ അപ്രത്യക്ഷമാക്കാൻ പറ്റുമോ? ഈ ചേച്ചി ഒന്നും മാറ്റി കൊറേ മാജിക്കാരോട് ഞാൻ ചോദിച്ചത് നടക്കില്ല. അവന്റെ പേര് നന്ദൻ. നന്ദൻ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാനിപ്പോ 7th പർലി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. സ്ഥലം എവിടെയാ? പാലക്കാട്. പാലക്കാട്.
ഇപ്പൊ ഈ കാണിച്ച പെർഫോമൻസ് ഒക്കെ കിടിലമായിരുന്നു. ഓക്കെ, ഇതാരാ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ മോൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുത്താണോ? ഞാനത് ചെറുപ്പം മുതലേ ഞാൻ 3 വയസ്സാവുമ്പോ ഞാൻ സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും മെല്ലെ ഞാൻ അങ്ങനെ തുടങ്ങി. പിന്നെ ഞാൻ 4th പഠിക്കുമ്പോൾ ഇതുപോലെ ഈ യോയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി വന്നു. അങ്ങനെ കുറെ ട്രിക്സുകൾ ഞാൻ പഠിച്ചത്. ഞാനൊക്കെ 4th പഠിക്കുമ്പോ വെറും അയ്യോ ആയിരുന്നു. ഇവരൊക്കെ 4th പഠിക്കുമ്പോ യോയോ കൊണ്ടുവന്ന പുലി കൊള്ളാം. അതാണ് തെറ്റാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ നോക്കി വളരെ സെലക്ട് ചെയ്ത് എന്റെ റേഞ്ചിലുള്ളവരെ ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് നന്ദന്റെ മാജിക് ആണ്. എന്താ മോനെ മാജിക്കിൽ കാണിക്കാൻ പോകുന്നേ? ഇത് ജസ്റ്റ് ഒരു നോർമൽ പെൻസിലാണ്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആണ്, നോർമൽ പെൻസിലാണ്. ഇതാ ലിഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ നോർമൽ പെൻസിലിനെ മോൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ എന്റെ ഹാർട്ട് ബീറ്റ് ചേച്ചിക്ക് അറിയണമെങ്കിൽ എന്റെ ഹാർട്ടിന്റെ ഈ ഒരു ഭാഗത്ത് കൈ വെച്ചാൽ ആ ബീറ്റ് അറിയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കൈ എങ്ങനെ വെക്കണം, ഇങ്ങനെ ഈ കൈയോ ആ കൈയോ അതിങ്ങനെ വെച്ചു, ഒരു കൈ വെച്ചു. ഞാൻ ഈ പെൻസിൽ ഈ ഫിംഗറിന്റെ ടിപ്പിന്റെ ഇവിടെ വെച്ചു. ഇത് വെച്ചതിന്റെ ആ ഒരു ഫീല് മാത്രല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ഹാർട്ട് ബീറ്റ് മെല്ലെ കൈയിന്ന് ഇപ്പൊ പെൻസിലിന്ന് ഇപ്പൊ ഫിംഗറിലേക്ക് എന്റെ ആ ഹാർട്ട് ബീറ്റ് ഇപ്പൊ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അത് സ്റ്റോപ്പായി. വീണ്ടും ഹാർട്ട് ബീറ്റ് കൈയിന്ന് പെൻസിൽ. ഹാർട്ട് കുഞ്ഞാണോ ആയോണ്ടാണോന്ന് അറിയില്ലേ, ഒരു കുഞ്ഞ് ടക്ക് കിട്ടുന്നുണ്ട്. അത് സ്റ്റോപ്പായി. വീണ്ടും ഹാർട്ടിന്ന് കൈയിന്ന് കിട്ടുന്നുണ്ടോ? എങ്ങനെയാന്നറിയോ, ഒരു ചെറിയൊരു പൊട്ടു പോലെ. അത് കൊച്ചുകുട്ടി ആയതുകൊണ്ടാ. എക്സലന്റ്. എനിക്ക് പെൻസിൽ തരൂ. ഓ തീർച്ചയായും. എന്റെ ഹാർട്ട് ബീറ്റ് കുറച്ച് പെൺകുട്ടികളെ അറിയിക്കാനുണ്ട് ചേട്ടാ. അല്ല, അത് കയ്യിൽ വെച്ചാൽ ഇത് പെൺകുട്ടികൾ കൈ വെക്കും. നിങ്ങളവിടെ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മാജിക് ആയിരുന്നു മെന്റലിസം ആയിരുന്നോ? ഇത് മാജിക് ആയിരുന്നു. മെന്റലിസം എലീനടുത്ത് ഏത് മെന്റലാക്കിയത്? കഴിഞ്ഞോ? ഇനിയുണ്ടോ മാജിക്? അല്ല, ഇനി ഞാൻ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ചെയ്യും. ഓ, ഇനി അവന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ശരി, പുലി നിക്ക്, എലി വീണ്ടും പോയിട്ട് വരാം. ഈ പെൻസിൽ ഞാൻ ഗിഫ്റ്റ് ആയി തരും. നിന്റെ ഹാർട്ട് ബീറ്റ്. ഓ എന്റെ ദൈവമേ, നിന്റെ ഹാർട്ടിന്റെ കയ്യിലുണ്ട്. താങ്ക്സ് ഡാ കുട്ട. അടുത്ത ഞാൻ ഡൈസ് ടാക്കിങ് ചെയ്യാമോ? ഡൈസിന് ഒരു ടേബിളിൽ ഒരു പലക വെച്ചിട്ട് അതിൽ 4 ഡൈസ് ഞാൻ വെച്ച് ഒരു കപ്പും കൊണ്ട് അതിനെ എടുത്ത് അതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്തും. ഓ, അതായത് ഒന്നിന് മേളിൽ ഒന്നായിട്ട് നിർത്തുന്നു. എന്റെ അമ്മേ, ഇത് നോർമൽ ഡൈസ് ആണ്. ആന്നു ചെക്ക് ചെയ്യണം. എനിക്ക് അങ്ങനത്തെ പരിപാടിയില്ല. പിന്നെ ഞാൻ വെറുതെ വന്നൊന്ന് നോക്കിയേക്കാം. ഡൈസ് ആണ്, നോർമൽ ഡൈസ്. മാഗ്നറ്റ് ഒന്നുമില്ല. ഒന്നുമില്ലതാ. ഞാനാണോ ഡൈസ് ആണോ? വെരി നൈസ്. ഇത് നോർമൽ കപ്പാണ്. ഞാൻ ഇതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവാണ്. ഓക്കെ. ഒന്നും ചെയ്യാൻ പറ്റുമായിരിക്കോ? കാരണം എന്തറിയോ, നീ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഫാസ്റ്റാ. ഞങ്ങൾ പ്രായമുള്ളവരുടെ കണ്ണെത്തുന്നില്ല. എലീന പ്രായമുള്ളതായതുകൊണ്ട്. ഓക്കെ, സോ നോക്കിക്കോ, ഡൈസ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ ഡൈസിനെ അങ്ങനെ എടുത്ത് ഈ കുപ്പിന്റെ ഈ ഒരു ടോപ്പിൽ നിർത്താൻ ശ്രമിക്കും. അതായത് ഈ ഗ്ലാസ് വെച്ചത് മറിച്ച് അതിനെ അങ്ങനെ എടുത്ത് ഇവിടെ നിർത്തും. അതെ, എത്ര സെക്കൻഡ് ആവുന്നത് ഇതിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടാണ് അതിന്റെ മേളിൽ വെക്കുന്നേ. ഇങ്ങനത്തെ വേറെ ഐറ്റം. ഇനി നെക്സ്റ്റ്. ഇനി ഇങ്ങനത്തെ ഒന്നുമില്ല. ഇനി ഞാന് കുറച്ച് യോഗാസനങ്ങൾ. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ചക്രാസനാണ്. ഇതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി. യോഗ ചെയ്യുമ്പോ കൈയടിക്കാൻ പാടില്ല, പക്ഷെ എന്നിരുന്നാലും മോനെ അതിന്റെ പെർഫോമൻസിലാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാതെയും പ്രാക്ടീസ് ചെയ്യാതെയും ആണ് ഇത് ചെയ്യുന്നെങ്കിൽ ബ്ലാക്ക് ഔട്ട് ആയി കൊളുത്തി പിടിക്കും.
എന്റെ അമ്മേ ആടാ വരുന്നു മോഞ്ചുറിങ്ങോ എടാടാ എനിക്ക് മോനെ നീ ബ്രഹ്മയുഗത്തിൽ നീയാണോ അഭിനയിച്ചത്? കയ്യില് നടക്കും. കയ്യില് നടക്കോ? ഇവിടെ കാലുകൊണ്ടിന്റെ വരെയൊക്കെ നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കൊണ്ടുവന്ന റബ്ബർ ബാൻഡ് വല്ലതാണോ? എല്ലാം എന്റെ റേഞ്ചിലാണ്. സൂപ്പർ സൂപ്പർ അടിപൊളി കേട്ടോ. സൂപ്പർ ബൈ. ഞാൻ കൊണ്ടുവന്ന കുട്ടിയാണ്. ഞാൻ കൊണ്ടുവന്ന പുലിക്കുട്ടിയാണ്. മറ്റേ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ വരണം, ആ ലെവലിൽ വരണം പ്ലീസ്. തിരിഞ്ഞു വരണം. തിരിഞ്ഞ് 8 മണി കഴിഞ്ഞ ഇങ്ങനെയാണ്. ലവ് യു. കലക്കിയടാ എന്റെ അഭിമാനം നീ കാത്ത്. കാട്ടുപുളി. കാട്ടുപുലി. കാട്ടുപൊളി. ആ സൂപ്പറായിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, നമ്മള് കൊറേ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ഇവൻ ആകെ ഇച്ചിരിയേ ഉള്ളൂ, അവൻ ജനിച്ചു വിട്ടന്നെ ഇച്ചിരി ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇത്രയും സ്കിൽസ് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സിദ്ധി കുട്ടിയാണ്. അത് തീർച്ചയായിട്ടും താങ്ക് യു. ഇതെല്ലാം കൊടുക്കുന്ന അമ്മയല്ലേ? അതെ, ഒരാളെ കൂടെ പരിചയപ്പെടും. ഇങ്ങനെ കാണിച്ചാലേ വരുള്ളൂ. ഇങ്ങനെ അതാണ് ആ കോഡ്. അമ്മ എങ്ങനെ കാണിക്കണം? അപ്പൊ അമ്മ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട്. സൂപ്പർ സൂപ്പർ. അമ്മയ്ക്കാണ് പ്രത്യേക അമ്മ താങ്ക് യു. ഇത്രയും നല്ല ഒരു ട്രെയിനിങ്ങും അവനെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസ്. കാരണം ഇത്രയും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പം പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. അമ്മയുടെ പേരെങ്ങനെയാ? സരിത. സരിത. യോഗ ചെയ്താണോ ഇങ്ങനെ ബോഡി കീപ്പ് ചെയ്യുന്നേ? ഞാൻ യോഗ ചെയ്യാറില്ല. മോനാണ് എല്ലാം ചെയ്യുന്നത്. മോനാണ് ചെയ്യാറ്. ഇവനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ആദ്യമൊക്കെ വിലക്കിയിരുന്നോ? ഇങ്ങനെ ചെയ്തു? ഞാൻ വിലക്കാറുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ എപ്പോഴും സപ്പോർട്ടാണ്. ചെയ്തോട്ടെ. അവൻ എന്ത് വേണം പറഞ്ഞാലും വേഗം വാങ്ങിക്കൊടുക്കുന്നത് അച്ഛനാണ്. എത്ര മക്കളാണ് നിങ്ങൾക്ക്? 2 ആള്. 2 പേര്. ഇതാണോ മൂത്താള്? അല്ലല്ല, മൂത്താള് +2 കഴിഞ്ഞു. അവൻ ഷൂട്ടറാണ്. ഇപ്പൊ പൈലറ്റ് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഓ ശരി, വേറെ ലെവലാണ്.